നമ്മൾ പറയുന്ന ക്വാളിറ്റി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ ഇല്ലെങ്കിൽ 2 times റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം. അത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടീം നമ്മളൊപ്പം ഉണ്ട്. ടീമിൻ്റെ ആ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റിനെ ബേസ് നോക്കുമ്പോൾ അവർക്കൊരു വേറെ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി. കാരണം ഇവിടിനെ കുറിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല. അത്രയും ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പം ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ബഗ് വന്നു, അതിൽ കുറേ ലോസ് വന്നു, അതിനുശേഷമാണ് ആപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നത് അൻഷിദ് അല്ലേ? അതിന്റെ കൂടെയാണ് അനിയനെയും കൂടി ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കഥയിലേക്കൊന്ന് വരാമോ? ഇപ്പോൾ അത് അത്യാവശ്യം നല്ല ലോസിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ വണ്ടൂർ വെച്ചിട്ട് ഞാനൊരു ബോക്സിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ. അന്ന് ബോംബെയിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. വണ്ടൂരാണ്, വണിമ്പലൊക്കെ ആയിട്ടാണ് താമസം വരുന്നത്. ആളായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള രീതിയിലെത്തിയപ്പോൾ ഞാൻ അഞ്ജനായിട്ടൊക്കെ സംസാരിച്ചു, കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ്, കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്തെടുത്തു. അപ്പോൾ ഓക്കെ, ഓൻ റെഡിയായി. അപ്പോൾ ഫിനാൻസ് സമ്മതിച്ചോ അതിനും? ഓക്കെ, കാരണം ഇത് സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പിന്നെ അവനക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു, സ്കൂളിൽ വെക്കേഷൻ ടൈമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൽ എനിക്ക് ഫണ്ടമെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് ലാപ്പ് എടുത്ത് കൊടുക്കേണ്ടിണ്ടായിരുന്നു. കാരണം അവനക്ക് ആദ്യം എന്താണെന്ന് സംഭവം ഇതിങ്ങനെ ഓണാക്കാൻ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ആൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് പിന്നെ ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാദർ നല്ല രീതിയിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഫാദർ സപ്പോർട്ട് ചെയ്തു. അവനക്ക് വേണ്ട ലാപ്ടോപ്പ് അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അവനെ പഠിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുത്തു. കാരണം അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ്, ആ അഗ്രസീവ് മൈൻഡോട് കൂടി തന്നെ റിസർച്ച് ചെയ്ത് പഠിച്ചെടുത്തു. ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചതൊക്കെ അങ്ങനെ ഓൺലൈൻ തന്നെയാണോ പഠിച്ചത്? അല്ല, ഡയറക്റ്റ് ആയിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലല്ല അവൻ പഠിച്ചെടുത്ത്. കാരണം സാറിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് അവിടുത്തെ സൊല്യൂഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഒപ്പം ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുകയാണ് ചെയ്തേക്കണം. അല്ലാതെ ഒരു കോച്ചിങ്ങിനോ കോഴ്സിനോ പോയിട്ട് പഠിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഓൺലൈനിലും അല്ല പഠിച്ചിരിക്കുന്നത്. പിന്നെ അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്ന പ്രവണത. അതെ, അതിന്റെ ഏറ്റവും എക്സ്ട്രീം വരെ പോകും. അത് എനിക്ക് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട്. കാരണം ആ ഒരു ഏരിയ പിന്നെ ബോധേടാവേണ്ട ആവശ്യമില്ല. 17 വയസ്സ് ആ ടൈമിലൊക്കെ നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലൈഫ് മൊത്തം ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു ആ ഒരു പ്രായത്തിലൊക്കെ. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് അപ്പൊ ബിൽഡപ്പ് ആയതും ഫാമിലിന്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും. അല്ല, അവര് പറയാണ് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം, ഡിഗ്രി ചെയ്യണം എന്നൊക്കെ നിർബന്ധം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ലായിരുന്നു. നിർബന്ധം പറഞ്ഞത് തീർച്ചയായിട്ടും എന്നെ കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അവർക്കും അതിനായിട്ടുള്ള ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്തു, ഇതാണ് ഫ്യൂച്ചർ. അല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ആ ഒരു കാലഘട്ടത്തിലെ പാരന്റ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാരന്റ്സ് അല്ലേ. കുറച്ചും കൂടെ അവര് മക്കളെ വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല. ആക്ച്വലി മക്കളെ എങ്ങനെയാണോ, അവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്താണോ പാഷൻ, അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലുള്ളത് അല്ലേ. അതുകൊണ്ടായിരിക്കും നിങ്ങളെ പോലുള്ള സംരംഭകർ നമുക്ക് കിട്ടുന്നത്. അൻഷിദ്, അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി, തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കില്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് കൂടാതെ അൻഷിദിന് ഇതിന്റെ കൂടെ നിൽക്കാനായിട്ട് ആരാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ലോസിലായിരിക്കുമ്പോഴും ഞാൻ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ടൈമിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അലീം എന്നാണ് ആളെ പേര്. ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വലം കൈയായിട്ട് ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ ടീം അതിനനുസരിച്ച് ബിൽഡ് ചെയ്തു. അത്യാവശ്യം ഇപ്പോൾ ഒരു ടോട്ടലി നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 10 പേരാണ് ടോട്ടലി ടീമിലുള്ളത്. ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 21 വയസ്സിൽ തുടങ്ങിയ സംരംഭത്തിൽ അൻഷിദ് ഓൾറെഡി 10 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് ടീം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ടീമാണ്. വിഷനായിട്ട് നമ്മളെല്ലാം എന്താണ് നമ്മുടെ ഡ്രീം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ കമ്പനി നിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അതിന് പറ്റിയ ആൾക്കാർ മാത്രം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്താ വെച്ചാൽ അഞ്ചിൻ്റെ ഒരു ഹാബിറ്റ്സ് ഓൾറെഡി എന്താണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരാൾ വരുമ്പോഴും ആ ഒരു ഫോളോ അപ്പിലാണ് എല്ലാവരും എന്താണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും ഡിസൈൻ സൈഡ് ആണെങ്കിലും എല്ലാവരും എൻഹാൻസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വേറൊരു ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ കമ്പനീസൊക്കെ 300 പേര് 400 പേരൊക്കെ ഉള്ള ഒരു ടീമാണെന്നുള്ള രീതിയിലാണ് കാണിക്കുക. ടീം ഇത്ര ഉള്ളൂ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്.
പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും വലിയ ടെക്നോളജി കാലഘട്ടത്തിൽ ഇപ്പോൾ വലിയൊരു ടീമിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മളെ കമ്പനിയിലാണെങ്കിൽ ഒരു 5 ആൾ ചെയ്യേണ്ട വർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ, ഗ്രോ ചെയ്യാനും നല്ല രീതിയിലേക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്. യെസ്, അതാണ് ഏറ്റവും എഫിഷ്യൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ടീം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല, ആ ലെസ് ടീം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പെൻസ് വരും, അത് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. ഫാഷനായിട്ടായിട്ടുള്ള വർക്കേഴ്സ് നമ്മളിപ്പോൾ ഉണ്ട്, അതാണ് നമ്മളെ മാക്സിമം കോൺഫിഡൻസ്. അപ്പോൾ പിതാവിൻ്റെ ഫ്രൂട്ട്സ് ബിസിനസ്സിൽ നിന്നും പിന്നെ അതിലേക്ക് ക്ലോക്ക് ഹോൾസെയിൽ എടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നു, അതിനുശേഷം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു. അതിൽ നിന്നും പിന്മാറി ആപ്പുകൾ നിർമ്മിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ആപ്പുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നു. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് നിൽക്കുന്ന അൻഷിത്, ഈ ടോട്ടൽ എക്സ് എന്താണ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് iOS, ആൻഡ്രോയിഡ് വെബ്സൈറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ മേജറായിട്ട് കോൺസെപ്റ്റ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും അത് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഡെലിവറി ചെയ്ത് പ്രീമിയം ലെവൽ തീർച്ചയായിട്ടും. അല്ലാതെ ഒരു ഫ്രീലാൻസേഴ്സിൻ്റെ അടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ആൾക്കാർക്കല്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഒരു ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ. അതായത് പക്ക പ്രൊഫഷണൽസിന്റെ കയ്യിൽ നിന്ന് പ്രീമിയം ലെവലിലായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ടോട്ടൽ എക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം ക്ലയൻസ് ഇപ്പോൾ ടോട്ടൽ എക്സിനുണ്ട്? ഇപ്പോൾ 100+ ക്ലയൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് ആൾക്കാർ. ഇപ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഒരു ക്ലയൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്ത് അവരെ എഫേർട്ട് എടുത്തിട്ട് വരെ അവർ എത്തിച്ചു തന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 70% കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്തിക്കാൻ കാരണം എൻ്റെ ഒരു ക്ലയൻ്റ് ആണ്, ട്രിവാൻഡ്രമുള്ള ക്ലയൻ്റ് ആണ് എത്തിച്ച്. കാരണം അയാൾ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് ചെയ്താലോ എന്നുള്ള രീതിയിൽ. കാരണം അയാൾ പുറത്തുനിന്ന് വേറൊരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പക്കാ ഒരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ഒരു ബഗ്ഗൊക്കെ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അവർക്ക് അതിൻ്റെ ഒരു 100 ഇരട്ടി ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഞാൻ ഡെലിവറി ചെയ്ത് കൊടുത്തപ്പോൾ പക്ക ഹാപ്പിയാണ്, ആ കോൺഫിഡൻസ് ഉണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് പ്രൊജക്റ്റിലേക്ക് വരെ, അതും ഞാൻ മന്ത്രിനെ വരെ കാണാൻ അവസരം തന്നു. ഞാൻ ആരാന്ന് ഇപ്പോൾ പറയുന്നില്ല, പേഴ്സണലി കാര്യങ്ങളായതുകൊണ്ടാണ്. അതുവരെ എത്തിക്കാനുള്ള കപ്പാസിറ്റി നമ്മളെ ക്ലയൻറ്റ് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് കൂടുതൽ എഫേർട്ട് ആൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആളെ ഒരു ഫ്രണ്ടും കൂടിയും ആണ് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അൻഷിത് പറഞ്ഞ പോലെ iOS, ആൻഡ്രോയിഡ്, പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റ്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന എല്ലാ ക്ലയൻസും ഈ 3 കാര്യങ്ങളും റിക്വയർമെന്റ്സ് ആയിട്ട് പറയാറുണ്ട്. അതല്ലെങ്കിൽ സ്പെഷ്യൽ ഏതൊരു കാറ്റഗറി ആണോ പറയുന്നത്? കൂടുതലും iOS ആൻഡ് ആൻഡ്രോയിഡ് ആണ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വരാറുള്ളത്. പിന്നെ വെബ്സൈറ്റ് അതിന് കൂടെ വരുന്ന ഒരു പ്രോസസ്സാണ്. ക്വാളിറ്റിയിൽ മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് iOS ആൻഡ് ആൻഡ്രോയിഡ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലട്ടർ എന്ന ടെക്നോളജിയാണ്, ഗൂഗിളിൻ്റെ ആണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും സെർവറൊക്കെ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഫയർബേസ് എന്ന സെർവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അൻഷിത്, ഏത് ടൈപ്പിലുള്ള ക്ലയൻസ് ആണ് ആക്ച്വലി ഈ ഒരു ടോട്ടൽ എക്സിലേക്ക് വരുന്നത്? നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്, ഒരു 80% ആൾക്കാരും എൻക്വയറി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്ര രൂപയ്ക്ക് ഒരു ചെറിയ എമൗണ്ടിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവരോട് കൺവിൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്രാച്ചിൽ നിന്ന് ഏതെങ്കിലും സോഴ്സ് കോഡ് എടുത്ത് പഴയതായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. പക്ഷേ അവരെ ബിസിനസ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അത് സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം. അവർ കോൺസെപ്റ്റ്, വിഷന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഫൗണ്ടേഷൻ കറക്റ്റ് ആയാലുള്ളൂ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് ഗ്രോ അപ്പ് ചെയ്യാൻ ഈസി ആവുള്ളൂ. അതല്ലെങ്കിൽ താഴോട്ട് ഗ്രൗണ്ട് ലെവൽ വന്നിട്ട് വീണ്ടും അത് സ്ട്രക്ചർ ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കറൻ്റ്ലി പോകുന്നത്.